നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനഘ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാലക്കാട് ബിജെപിക്ക് വോട്ട് ചെയ്യാൻ പണം. പ്രവർത്തകർക്കൊപ്പം ശോഭ സുരേന്ദ്രൻ ദൃശ്യം പുറത്തുവിട്ട് കോൺഗ്രസ് വീഡിയോ. പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിനു വേണ്ടി ബിജെപി പണം വിതരണം ചെയ്തെന്ന് ആരോപണം. ബിജെപിക്കെതിരെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. കണ്ണാടി തരുവക്കുറിശി ഭാഗത്താണ് ബിജെപി പ്രവർത്തകർ എത്തിയത്. ഈ പ്രദേശത്തെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനൊപ്പം എത്തിയ പ്രവർത്തകരാണ് പണം വിതരണം ചെയ്തത്. മരണവീട്ടിൽ പോകാനാണ് ബിജെപി സ്ഥാനാർത്ഥിയും സംഘർഷവും കണ്ണാടി തിരുവക്കുറിശി ഭാഗത്ത് എത്തിയത്. മരണവീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെത്തി വയോധികയുടെ കയ്യിൽ 5000 രൂപ നൽകിയെന്നാണ് ആരോപണം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. പിന്നാലെ വയോധികയുടെ വീട്ടിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന ആരംഭിച്ചു. അടിയന്തരമായി ഇന്ത്യക്കാർ ഇറാൻ വിടുക, നിർദ്ദേശവുമായി ഇന്ത്യൻ എംബസി. ന്യൂഡൽഹി. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ എംബസി. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയത്. എംബസിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എംബസി നിർദ്ദേശിച്ച വഴികളിലൂടെയോ ഇറാൻ വിടാനാണ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയത്. എംബസിയുമായി മുൻകൂട്ടി ആലോചിക്കാതെയും ബന്ധപ്പെടാതെയും രാജ്യാന്തര അതിർത്തികളിലേക്ക് പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. നിന്റെ ഫോൺ കംപ്ലൈന്റ് അല്ലേ, ഇതെടുത്തോ. സഞ്ജുവിനൊപ്പം സെൽഫിക്കെത്തി വൻ സർപ്രൈസ്. പാലക്കാട്. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിൽ നിന്നും മൊബൈൽ ഫോൺ സമ്മാനമായി കിട്ടിയ സന്തോഷത്തിലാണ് പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി ടി ശബരീഷ്. ഇന്നലെ വൈകിട്ട് 5:30 കടമ്പഴിപ്പുറം മുഞ്ചപ്പാടം ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു സംഭവം. കടമ്പഴിപ്പുറം മുഞ്ചപ്പാടത്തെ മൈതാനത്ത് വൈകിട്ട് പതിവ് പോലെ കളിക്കാൻ പോകുകയായിരുന്നു ശബരീഷും കൂട്ടുകാരും. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന്റെ ആരാധകനാണ് ശബരീഷ്. മഞ്ഞ ജേഴ്സിയാണ് ധരിച്ചിരുന്നത്. കയ്യിൽ ബാറ്റും ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ ആരാധകനാണ് ശബരീഷ്. പുഞ്ചപ്പാടത്തെ സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപത്തെ കറുത്ത റേഞ്ച് റോവർ കാർ കിടക്കുന്നത് കണ്ടു വെറുതെ നോക്കി. കാറിന് സമീപത്ത് മൊബൈൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുകയാളെ കണ്ട് സ്തംഭനായി. സ്വർണ്ണവിലയിൽ ആവേശക്കുതിപ്പും. ഒറ്റയടിക്ക് 2920 മുന്നേറ്റം. വെടിനിർത്തൽ ഉറപ്പിച്ചാൽ പവൻ കൂടുതൽ ഉയരത്തിലേക്ക്. സ്വർണ്ണവില രാജ്യാന്തര വിപണിയുടെ ചുവടുപിടിച്ച് കേരളത്തിലും ഇന്ന് രാവിലെ നടത്തിയത് വൻ മുന്നേറ്റം. ഗ്രാമിന് ഒറ്റയടിക്ക് 325 രൂപ ഉയർന്ന വില 14,100 രൂപയായി. പവന് 2920 രൂപ വർദ്ധിച്ച് 1,12,800 രൂപയിലും എത്തി. 2 ആഴ്ചത്തേക്ക് താൽക്കാലികമായി വെടിനിർത്താൻ ഇറാനും US തീരുമാനിച്ചതാണ് സ്വർണത്തിന് ആവേശമായത്. പാകിസ്ഥാൻ മധ്യസ്ഥ വഹിച്ച പ്രധാന ചർച്ചകളുടെ ഫലമായാണ് തൽക്കാലം വെടിനിർത്താനുള്ള തീരുമാനം. ഇതിനു പിന്നിലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു. ഓഹരി വിപണികളിൽ മുന്നേറി US ഡോളർ ഇൻഡെക്സും വീണു. യുവനടിയുടെ പരാതി. ഇടക്കാല ജാമ്യം തേടി രഞ്ജിത്ത്. കൊച്ചി. ലൈംഗികാതിക്രമ കേസിൽ ഇടക്കാല ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത്. കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയെങ്കിലും രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുള്ളതിനാൽ രഞ്ജിത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇതുപോലെയുള്ള ന്യൂസ് അപ്ഡേഷനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.